ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഷഡ്വർഗ ഫലങ്ങളിൽ നവാംശകം, ദ്വാദശാംശകം, ത്രിംശാംശകം എന്നീ 3 വർഗങ്ങളുടെ ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഷഡ്വർഗങ്ങൾ എന്നത് ക്ഷേത്രം, ഹോര, ദ്രേക്കാണം, നവാംശകം, ദ്വാദശാംശകം, ത്രിംശാംശകം എന്നീ 6 വർഗങ്ങളെയാണ് ഷഡ്വർഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഈ വീഡിയോയിൽ നവാംശകം, ദ്വാദശാംശകം, ത്രിംശാംശകം എന്നീ 3 വിഭാഗങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം നവാംശക ഫലങ്ങൾ, അതായത് നവാംശക ചാർട്ടിൽ ഓരോ രാശിയിലും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ജാതകർക്ക് വന്ന് ഭവിക്കുന്ന ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങം രാശി ലഗ്ന നവാംശകമായി, അതായത് ലഗ്നം നവാംശക ചാർട്ടിൽ സൂര്യൻ്റെ ക്ഷേത്രമായിട്ടുള്ള ചിങ്ങം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സ്ഥിരമായ ഉത്സാഹത്തോടു കൂടിയവനായും, അതായത് ഒരു കാര്യം തുടങ്ങിയാൽ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാത്തവനും, സ്വാതന്ത്ര്യശീലം ഉള്ളവനും, അതായത് അന്യന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനോട് യാതൊരു വിധത്തിലും താല്പര്യമോ ഇഷ്ടമോ ഇല്ലാത്തവനും, തലയിൽ മുടി കുറവുള്ളവനും ആയിരിക്കും. അതായത് കഷണ്ടി ഭാവിയിൽ വന്ന് ചേരുവാൻ യോഗമുള്ളവനും ആയിരിക്കും എന്നാണ് സൂര്യൻ്റെ ക്ഷേത്രമായിട്ടുള്ള ചിങ്ങം രാശി ലഗ്ന നവാംശകമായി ജനിക്കുന്നവന് പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ. അടുത്തത് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകം രാശി നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകൻ നല്ല അഴകുള്ളവനായും, അതായത് നല്ല സൗന്ദര്യമുള്ളവനും, വളരെ വലിയ ബുദ്ധിശക്തിക്ക് ഉടമയും, നല്ല അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ളവനും, ആരോടും നല്ല വാക്കുകൾ, അതായത് മൃദുവായും മധുരമായും ഒക്കെ പറയുവാൻ കഴിയുന്നവനും, സജ്ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നവനും, അതായത് സജ്ജനങ്ങളോട് ചേർച്ചയുള്ളവൻ, അതുപോലെ ധാരാളം നാൽക്കാലി സമ്പത്തുകൾ ഉള്ളവനും ആയിരിക്കും എന്നാണ് കർക്കിടകം രാശി നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്നവന് വന്ന് ഭവിക്കുന്ന ഫലങ്ങൾ. അടുത്തത് ചൊവ്വയുടെ ക്ഷേത്രങ്ങളായിട്ടുള്ള മേടം, വൃശ്ചികം എന്നീ രാശികളിൽ ഒന്ന് നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്നവൻ കോപശീലൻ, അതായത് വളരെ പെട്ടെന്ന് കോപിക്കുക, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കോപിക്കുന്നവനും, സാഹസികൻ, അതായത് ഏത് സാഹസികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനും മടിയില്ലാത്തവനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് നല്ല ഇഷ്ടമുള്ളവരും, ദേഹത്തിൽ മുറിവോ ചതവോ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കാൻ ഇടയുള്ളവനും, അതായത് ഈ സാഹസിക പ്രവൃത്തികളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഇതൊക്കെ, ഇടയുള്ളവനും, ലുബ്ധനും, അതായത് പിശുക്കൻ ആയിട്ടുള്ളവനും, സഞ്ചാരിയായും, അതായത് ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കാത്തവൻ, ഏത് സമയത്തും സഞ്ചരിക്കുക ശീലമായിട്ടുള്ളവനും ആയിരിക്കും മേടം, വൃശ്ചികം എന്നീ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ.
നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്നവൻ്റെ ഫലങ്ങൾ ഇതൊക്കെയാണ്. അടുത്തത് ബുധൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള മിഥുനം, കന്നി എന്നീ രാശികൾ നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകൻ നല്ല കാര്യശേഷിയുള്ളവൻ, അതായത് ഏത് കാര്യത്തിലും നല്ല പിടിപ്പുള്ളവൻ, അതായത് കാര്യം കാണാൻ നല്ല സാമർഥ്യമുള്ളവൻ, അതുപോലെ നല്ല വിദ്വാനും, അതായത് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ നല്ല വിദ്വത്വം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അഗാധമായ അറിവും പാണ്ഡിത്യവും ഉണ്ടായിരിക്കുന്നവനും, നല്ല കീർത്തിയുള്ളവനും, സദാചാരം, കുലമുഖ്യത, അതായത് ഈ ജാതകൻ ആ കുലത്തിലെ ഒരു മുഖ്യനായി വരുന്നതിന് യോഗമുള്ളവനും, എപ്പോഴും നല്ല വേഷം അണിഞ്ഞ് നടക്കുന്നവനും ആയിരിക്കും എന്നതാണ് ബുധൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള മിഥുനം, കന്നി എന്നീ രാശികൾ നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകരുടെ ഫലങ്ങൾ. അടുത്തത് വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളായ അഥവാ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളായ ധനു, മീനം എന്നീ രാശികൾ ലഗ്ന നവാംശകമായി, അതായത് നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകർ കുലത്തിലെ ശ്രേഷ്ഠന്മാരായിട്ടും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ടും, അതായത് ദുഷ്പ്രവൃത്തികളൊന്നും ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്തവരും, ധാരാളം ധനം ലഭിക്കുന്നവരും, അതായത് തൊഴിലിൽ നിന്നായിരുന്നാലും മറ്റു തരത്തിലായിരുന്നാലും ഇവരുടെ കൈകളിലേക്ക് ധാരാളം ധനം വന്ന് ചേർന്നുകൊണ്ടിരിക്കും എന്നതാണ്. അതുപോലെ ഉന്നത സ്ഥാനങ്ങളുടെ പ്രാപ്തി നേടുന്നവരും, സമൂഹത്തിൽ വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ധാരാളമായി വന്ന് ചേരുകയും ദൈവഭക്തനും, അതായത് നല്ല ഈശ്വരഭക്തനും ആയിരിക്കും എന്നതാണ്. അടുത്തത് ശുക്രൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള ഇടവം, തുലാം എന്നീ രാശികൾ നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകർ ദീർഘായുസ്സിന് ഉടമയും, അതായത് 70 വയസ്സിനു മേൽ മുകളിലേക്ക് ആയുസ്സുള്ളവരും, സുഖ ഭക്ഷണപ്രിയരും, അതായത് നല്ല ഭക്ഷണപ്രിയരും അഥവാ സുഖമായി ഭക്ഷണം കഴിക്കുന്നവരും, നല്ല ജനസമ്മതരും, അതായത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നവരും, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരും, ദാനശീലനും, അതായത് ആരെങ്കിലുമൊക്കെ സഹായിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ യാതൊരു മടിയുമില്ലാതെ സഹായിക്കുവാൻ താല്പര്യമുള്ളവരും, സ്ത്രീസക്തനായും, അതായത് സ്ത്രീകളോട് ആസക്തി ഉള്ളവരും, ജാതകർ സ്ത്രീകളാകുമ്പോൾ അത് നേരെ തിരിച്ചും വരും, പുരുഷന്മാരോട് ആസക്തി ഉള്ളവരും എന്നതായി വരും. അടുത്തത് ശനിയുടെ ക്ഷേത്രങ്ങളായിട്ടുള്ള മകരം, കുംഭം എന്നീ രാശികൾ നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകർ കോപവും ലുബ്ധും ഉള്ളവർ, അതായത് കോപം, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കോപിക്കുന്നവർ, അതേപോലെ ഏത് സമയം കോപം മുന്നിട്ട് നിൽക്കുന്നവരും, നല്ല പിശുക്ക് ഉള്ളവരും, അതായത് ധനമൊക്കെ ചിലവാക്കുന്ന കാര്യത്തിൽ വളരെയേറെ ലുബ്ധ കാണിക്കുന്നവരും, എന്നാൽ ജീവിതത്തിലുടനീളം കഷ്ടത അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവരും, എല്ലാ കാര്യത്തിലും ഒരു വക്രതയുള്ളവരും, അതായത് വക്രത എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങൾ കാണിക്കാൻ താല്പര്യം, വക്രതയുള്ളവരും, അതായത് നേരെ വാ നേരെ പോ എന്നുള്ള വഴി ഇവരൊരിക്കലും സ്വീകരിക്കുകയില്ല, എല്ലാ കാര്യത്തിലും വളഞ്ഞ വഴി സ്വീകരിക്കുന്നവരും, നീച സംസർഗത്താൽ, അതായത് നീചന്മാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യുവാനാണ് ഇവർക്ക് താല്പര്യം, സജ്ജനങ്ങളുമായി ഇവരൊരിക്കലും കൂട്ടുകൂടുകയില്ല എന്നതാണ്. അതുപോലെ ദരിദ്രരും ആയിരിക്കും, അതായത് ജീവിതത്തിൽ ഒരു ഉന്നതി
ഇവർക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നതാണ്. ദാരിദ്ര്യം വിട്ടുമാറുകയില്ല എന്നതാണ്. ഇതൊക്കെയാണ് നവാംശക ഫലങ്ങളായി പറഞ്ഞിരിക്കുന്നതെങ്കിലും ആചാര്യന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും ഈ കാര്യത്തിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു ആചാര്യൻ്റെ അഭിപ്രായം നോക്കിയാൽ, മേടം നവാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകൻ ഒരു കള്ളനായും, അതായത് കള്ളത്തരങ്ങൾ കാണിക്കുവാൻ മടി ഇല്ലാത്തവനും, ഇടവം നവാംശക ലഗ്നമായി ജനിക്കുന്ന ജാതകൻ സുഖിമാനായും, അതായത് ജീവിതത്തിലുടനീളം സുഖം അനുഭവിക്കുവാൻ യോഗമുള്ളവനും, മിഥുനമാണ് നവാംശക ലഗ്നമായി വരുന്നതെങ്കിൽ ആ ജാതകൻ നല്ല പണ്ഡിതനും. മിഥുനത്തിൻ്റെ അധിപൻ ബുധനാണല്ലോ. ബുധൻ്റെ കാരകത്വങ്ങളിലൊന്നാണ് പാണ്ഡിത്യം. അതുപോലെ കർക്കിടകം ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ ധാരാളം ധനത്തിന് ഉടമയും, അതായത് നല്ല ധനവാനായും, ചിങ്ങം ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ രാജതുല്യനായും, അതായത് രാജതുല്യമായിട്ടുള്ള ഉപഭോഗങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ളവനും, കന്നി ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ കവിതാ വാസനയുള്ളവനും, അല്ലെങ്കിൽ കണക്കിൽ, അതായത് ഗണിതത്തിൽ നല്ല സാമർഥ്യം ഉള്ളവനും, തുലാം ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ കലഹത്തോട് നല്ല പ്രിയമുള്ളവരോ അതല്ലെങ്കിൽ പടയാളിയോ ആയിരിക്കും എന്നതാണ്. വൃശ്ചികം ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ ചുമട്ടുകാരനായിരിക്കും, അതായത് ഭാരം വഹിക്കുന്നവൻ എന്ന അർത്ഥം. ധനു ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ ഒരു ഭൃത്യനായിരിക്കും എന്നാണ്. മകരം ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ പാപം ചെയ്യുന്നവനും, അല്ലെങ്കിൽ പാപം ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള മടിയും ഇല്ലാത്തവനും, കുംഭ ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ പരോപദ്രവകാരിയും, അതായത് അന്യനെ ഉപദ്രവിക്കുന്നതിന് യാതൊരു വിധത്തിലുമുള്ള മടി ഇല്ലാത്തവനും, മീനം ലഗ്ന നവാംശകമായി ജനിക്കുന്ന ജാതകൻ നല്ല ധൈര്യശാലിയും ആയിരിക്കും എന്നതാണ് ഇതിൻ്റെ പക്ഷാന്തര അഭിപ്രായം. പക്ഷാന്തര അഭിപ്രായം എന്ന് പറയുന്നത് ആചാര്യന്മാർക്കിടയിൽ ഓരോ കാര്യങ്ങൾക്കും തമ്മിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് പക്ഷാന്തരം എന്ന് പറയുന്നത്. ലഗ്നത്തിന് വർഗോത്തമം വന്നാൽ ഫലം ഇരട്ടിയായിട്ട് ജാതകർക്ക് അനുഭവമാകും. അതായത് ലഗ്നം ഒരേ രാശി, ഇപ്പം മേടം ലഗ്നമാണ് ഗ്രഹനിലയിലെങ്കിൽ അതേ രാശി തന്നെ, മേടം രാശി തന്നെ നവാംശകത്തിൽ വരുന്നതിനെയാണ് വർഗോത്തമം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ലഗ്നത്തിന് വർഗോത്തമം വന്നാൽ ഫലം ഇരട്ടിയായിരിക്കും എന്നാണ്. അതിൻ്റെ ഉദാഹരണം പറയുന്നത്, മേട ലഗ്ന വർഗോത്തമം വന്നാൽ, അതായത് ഗ്രഹനിലയിലും നവാംശക ചാർട്ടിലും മേടം രാശിയാണ് ലഗ്നഭാവമായി വരുന്നതെങ്കിൽ ആ ജാതകൻ കള്ളനിൽ പ്രമാണിയാകും, അതായത് കള്ളത്തരങ്ങൾ കാണിക്കുന്നതിൽ അവൻ അഗ്രഗണ്യൻ ആയിരിക്കും എന്നാണ്. എന്നാൽ ലഗ്നാധിപന് ക്ഷേത്രബലസ്ഥിതി വന്നാൽ, അതായത് ആ ലഗ്നാധിപൻ ക്ഷേത്രബലത്തോടു കൂടി നിൽക്കുന്നതാണെങ്കിൽ, അതായത് സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ഒക്കെ ബലത്തോടു കൂടി നിൽക്കുന്നതാണെങ്കിൽ ദോഷഫലം ഉണ്ടാകുകയില്ല എന്നാണ്. അതായത് ഗുണഫലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഇരട്ടിക്കുകയും ചെയ്യും, ദോഷഫലങ്ങൾ ആണെങ്കിൽ അത് സംഭവിക്കുകയും ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് നവാംശക ഫലങ്ങൾ. അടുത്തത് ഷഡ്വർഗങ്ങളിൽ അടുത്തതായിട്ടുള്ള ദ്വാദശാംശക ഫലം. ഇതാണ്, അതായത് സൂര്യ
ദ്വാദശാംശകം ലഗ്നമായി ജനിക്കുന്നവൻ, അതായത് സൂര്യൻ്റെ ദ്വാദശാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകൻ എല്ലാ കാര്യത്തിലും നല്ല വൈദഗ്ധ്യം ഉള്ളവൻ, അതായത് നല്ല വിദഗ്ധനായിരിക്കും. ഏത് കാര്യത്തോടും സമീപിക്കുമ്പോൾ വളരെ വലിയ വൈദഗ്ധ്യത്തോടുകൂടി സമീപിക്കുവാനുള്ള സാമർഥ്യം അല്ലെങ്കിൽ അറിവ്, അതുമല്ലെങ്കിൽ ആ തരത്തിലുള്ള പാണ്ഡിത്യം ഉള്ളവനും നല്ല യശസ്സുള്ളവനും ആയിരിക്കും. ഈ ജാതകർക്ക് ഉറപ്പായിട്ടും സർക്കാർ ജോലി എന്നുള്ളത് ഇവർക്ക് യോഗമാണ്. അതായത് സർക്കാർ ജോലിക്ക് അവകാശിയാകും എന്നതാണ്. എന്ത് വന്നാലും ഇവർക്ക് സർക്കാർ ജോലി ലഭ്യമാകും എന്നതാണ്. എന്നാൽ ഇടയ്ക്കിടെ ഇവർ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾക്ക് വിധേയരാകും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂനത. അതായത് സൂര്യ ദ്വാദശാംശക ലഗ്നമായി ജനിക്കുന്ന ജാതകൻ. അടുത്തത് ചന്ദ്രൻ്റെ ദ്വാദശാംശകത്തിൽ ലഗ്നമായി ജനിക്കുന്ന ജാതകൻ മൃദുഭാഷിയായിട്ടും, അതായത് വളരെ മൃദുവായി സംസാരിക്കുന്നവനും സാത്വിക സ്വഭാവത്തിന് ഉടമയും സദാചാരം, ശുചിത്വം, നല്ല പ്രസന്നത എന്നിവ എപ്പോഴും ഉള്ളവനും വളരെ സൗന്ദര്യമുള്ളവനും ആയിരിക്കും എന്നതാണ് ചന്ദ്രൻ്റെ ദ്വാദശാംശക ഫലങ്ങൾ. അടുത്തത് ചൊവ്വയുടെ ദ്വാദശാംശക ഫലം ആയി പറയുന്നത് ചപല ചിത്തൻ ആയിട്ടും, അതായത് ചാപല്യങ്ങൾ കാണിക്കാൻ മനസ്സുള്ളവനും അല്ലെങ്കിൽ ചാപല്യത്തിന് എപ്പോഴും വിധേയനും, എന്തെങ്കിലുമൊക്കെ ചപലത കാണിക്കുന്നവനും വ്യസനപ്രിയനും, അതായത് ദുഃഖമായിരിക്കും പ്രധാനപ്പെട്ട ഭാവം. അതുപോലെ ധൂർത്ത്, അനാവശ്യമായിട്ടുള്ള ധൂർത്തടിച്ചുള്ള ചിലവാക്കൽ, ധനം തുടങ്ങിയ കാര്യങ്ങൾക്ക്. ഹിംസാശീലം, അതുപോലെ തസ്കരത്വം, അതായത് കള്ളത്തരം. ഇതൊക്കെ ചൊവ്വയുടെ ദ്വാദശാംശകത്തിൽ ജനിക്കുമ്പോൾ വരുന്ന ഫലങ്ങളാണ്. അടുത്തത് ശുക്രൻ്റെ ദ്വാദശാംശക ഫലങ്ങൾ പറയാം. ശുക്രൻ്റെ ദ്വാദശാംശക ഫലമായി പറയുന്നത് നല്ലവൻ, അതായത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവനും സദാചാര നിഷ്ഠയുള്ളവനും എപ്പോഴും നല്ല പ്രസന്നതയുള്ളവനും എപ്പോഴും ശുചിത്വവും കയ്യിൽ ധാരാളം ധനവും കാമിയായും, അതായത് കാമി എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് ആഗ്രഹങ്ങൾ ഏറിയവനായും, രണ്ട് സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കാമാവേശം കൂടിയവനും. അത് സ്ത്രീകളാണെങ്കിൽ നേരെ തിരിച്ചും. അതുപോലെ വിവാദശീലനും, അതായത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ നല്ല താല്പര്യമുള്ളവനും ആയിരിക്കും. അടുത്തത് ബുധൻ്റെ ദ്വാദശാംശക ഫലമാണ്. ഈ ദ്വാദശാംശകം ലഗ്നമായി ജനിക്കുമ്പോൾ വളരെയേറെ ഗുണങ്ങൾ ഉള്ളവരും വിദ്യയും ഖ്യാതിയും യശസ്സുമൊക്കെ നന്നായിട്ട് ഉള്ളവരും നല്ലവണ്ണം സംസാരിക്കുവാൻ, അതായത് നല്ല വാക്ചാതുര്യമുള്ളവരും ഭക്ഷണത്തോട് നല്ല പ്രിയമുള്ളവരും ചൂതുകളി, ചീട്ടുകളി മുതലായ വിനോദങ്ങളിൽ അതീവമായിട്ടുള്ള താല്പര്യങ്ങൾ ഉള്ളവരും, അതായത് ആ വക കാര്യങ്ങളോട് നല്ല താല്പര്യമുള്ളവരും ആയിരിക്കും. അടുത്തത് വ്യാഴത്തിൻ്റെ ദ്വാദശാംശക ഫലമാണ്. ഈ ലഗ്നം ജനിക്കുന്ന ജാതകൻ നല്ല കുലശ്രേഷ്ഠത ഉള്ളവരും നല്ല പ്രഭുത്വം ഉള്ളവരും
ജീവിതത്തിലുടനീളം സുഖിമാനായും, അതായത് നല്ല സുഖത്തോടുകൂടി കഴിയുവാനുള്ള യോഗം ഉള്ളവനും, അതായത് അസുഖങ്ങൾ ഇല്ലാത്തവനും, നല്ല വിദ്വാനായും, അതായത് നല്ല വിദ്യകൾ, അതായത് ജീവിത ഉപാധിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഒരു തൊഴിൽ, അതുപോലെ ധനവാൻ, നല്ല ധർമ്മനിഷ്ഠ ഉള്ളവൻ, അതുപോലെ ഈ ജാതകൻ ഒരു ശുദ്ധാത്മാവ് ആയിരിക്കും എന്നതാണ്. ഇവർക്ക് അനവധി ഭൃത്യവർഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്. ഇഷ്ടംപോലെ ഭൃത്യന്മാരൊക്കെയുള്ള ധാരാളം ധനങ്ങളുള്ളവൻ എന്നോ, അതുപോലെ ഭൃത്യന്മാരെ ആവശ്യം വന്നാൽ ധാരാളമായി ലഭിക്കുന്നതിന് യോഗമുള്ളവർ എന്നോ ഒക്കെ അർത്ഥമായി വരാം. ആളുകൾക്ക് എന്നും ഒന്നും ഭൃത്യന്മാരെ ആവശ്യമില്ലാത്തവരും ഉണ്ടല്ലോ. അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ ലഭിക്കുന്നവരും എന്ന് വരും. അടുത്തത് ശനിയുടെ ദ്വാദശാംശക ഫലമാണ്. ഈ ദ്വാദശാംശകം ലഗ്നമായി ജനിക്കുന്ന ജാതകൻ നീച പ്രവൃത്തികൾ ചെയ്യുന്നതിനോട് യാതൊരുവിധ മടിയും ഇല്ലാത്തവരും, നീളം കൂടിയ ശരീരം ഉള്ളവരും, അതായത് നല്ല ഉയരമുള്ള ശരീരമുള്ളവരും, ശരീരത്തിൽ നിറയെ നല്ല കട്ടിയുള്ള രോമങ്ങൾ ഉള്ളവരും, ദാരിദ്ര്യവും ദുഃഖവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവരായും, ശുചിത്വം ഇല്ലാത്തവരും, അതായത് എപ്പോഴും മലിനതയോടുകൂടി നടക്കുവാൻ വിധിക്കപ്പെട്ടവരും ആയിരിക്കും. ശനി ദ്വാദശാംശകം ലഗ്നമായി ജനിക്കുന്നു എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ ദ്വാദശാംശക നാഥൻ ശനി എന്നുള്ള വിവക്ഷയാണ്. ഇത് ശനിയെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ ഗ്രഹങ്ങളുടെയും ദ്വാദശാംശക നാഥനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ നാഥൻ്റെ ഫലങ്ങളാണ്, ഓരോ ദ്വാദശാംശക നാഥന്മാരുടെയും ഫലങ്ങളാണ് ദ്വാദശാംശക ഫലങ്ങളായി വരുന്നത്. അടുത്തത് ത്രിംശാംശക ഫലമാണ്. ഷഡ്വർഗങ്ങളിലെ ഒരു ഫലമാണ് ത്രിംശാംശക ഫലം. ഇത് സൂര്യചന്ദ്രന്മാർക്ക് ത്രിംശാംശക ആധിപത്യം ഇല്ല. മറ്റുള്ളിടത്തൊക്കെ, അതായത് നവാംശകത്തിലും ദ്വാദശാംശകത്തിലുമൊക്കെ സൂര്യനും ചന്ദ്രനുമൊക്കെ പ്രാധാന്യമുണ്ട്. പക്ഷേ ത്രിംശാംശക ഫലത്തിൽ സൂര്യചന്ദ്രന്മാർക്ക്, സൂര്യനും ചന്ദ്രനും ത്രിംശാംശക ആധിപത്യം ഇല്ല. ഇവിടെ ചൊവ്വ തുടങ്ങിയിട്ടുള്ള 5 ഗ്രഹങ്ങൾക്ക് മാത്രമാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ 5 ഗ്രഹങ്ങൾക്കാണ് ത്രിംശാംശക ആധിപത്യം ഉള്ളത്. ഇതിൽ ചൊവ്വയുടെ ത്രിംശാംശകത്തിൽ, അതായത് ത്രിംശാംശക നാഥൻ ചൊവ്വയാകുമ്പോൾ ജനിക്കുന്ന ജാതകൻ പാപകർമ്മങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവൻ, അതായത് പാപകർമ്മങ്ങൾ ചെയ്യുന്നതിനോട് യാതൊരു വിധത്തിലുള്ള മടിയും ഇല്ലാത്തവൻ, നല്ല തേജസ്സുള്ളവൻ, ക്ഷിപ്രകോപി, അതായത് വളരെ പെട്ടെന്ന് കോപം വരുന്നവൻ, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അന്യരോട് കോപിക്കുന്നവൻ, യുദ്ധത്തിൽ നല്ല സാമർഥ്യമുള്ളവൻ, യുദ്ധസാമർഥ്യം. പുതിയ കാലത്താകുമ്പോൾ യുദ്ധം കുറവാണ് എങ്കിലും അത്യാവശ്യം വഴക്കുണ്ടാക്കുന്നതിനോടൊക്കെ നല്ല സാമർഥ്യം ഈ ജാതകർക്ക് ഉണ്ടാകും. അടുത്തത് ബുധൻ ത്രിംശാംശകനാഥനായി വരുമ്പോൾ ആ ജാതകൻ നല്ല വിദ്വാനും വിനയസമ്പന്നനും, അതായത് നല്ല വിനയമുള്ളവൻ അല്ലെങ്കിൽ വിനയത്തോടു കൂടി പെരുമാറുന്നവൻ, സജ്ജനങ്ങളോട് നല്ല ഇഷ്ടമുള്ളവനും
സൽസ്വഭാവത്തിന് ഉടമയും, അതായത് ദുഷിച്ച കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളോ ഒന്നും തന്നെ ബുധൻ്റെ ത്രിംശാംശക നാഥൻ എന്നുള്ള ലഗ്നത്തിൽ ജനിക്കുമ്പോൾ അവന് ഉണ്ടായിരിക്കും. അതായത് നല്ല സൽസ്വഭാവവും മറ്റും. അടുത്തത് വ്യാഴത്തിൻ്റെ ത്രിംശാംശക ഫലമാണ്. ഈ ത്രിംശാംശക ലഗ്നമായി ജനിക്കുന്ന ജാതകൻ ശാന്തനായിരിക്കും. അതുപോലെ ഏത് കാര്യത്തിനും വളരെയേറെ സമാധാനപ്രിയനും, സൽഗുണങ്ങളുടെ വിളനിലവും, വലിയ സമ്പന്നനും, നല്ല കീർത്തിയും, അതുപോലെ കലാവൈദഗ്ധ്യവും, അതായത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കലാകാരന്മാരൊക്കെ ആണെങ്കിൽ ആ കലകളിൽ അഗ്രഗണ്യനും ആയിരിക്കും എന്നതാണ് വ്യാഴത്തിൻ്റെ ത്രിംശാംശക ഫലമായി പറയുന്നത്. അടുത്തത് ശുക്രൻ ത്രിംശാംശകനാഥനായി വരുമ്പോൾ ആ ജാതകൻ കാമസുഖം അനുഭവിക്കുവാൻ യോഗമുള്ളവൻ, അത് സ്ത്രീയായാലും പുരുഷനായാലും. അതുപോലെ നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുവാൻ താല്പര്യമുള്ളവൻ, കലാവാസന, ഏതെങ്കിലുമൊക്കെ ലളിത കലകൾ, അത് നൃത്തമായിരുന്നാലും സംഗീതമായിരുന്നാലും അഭിനയമായിരുന്നാലും ഇങ്ങനെയുള്ള എല്ലാ ലളിത കലകളിലും നല്ല താല്പര്യവും വാസനയും അതുപോലെ നൈപുണ്യവും ഒക്കെ ഉള്ളവരും, സൽഗുണങ്ങളിൽ എല്ലാം തികഞ്ഞവരും, അതായത് എല്ലാ സൽഗുണങ്ങളും ഇവരിൽ ഉണ്ടാകും എന്നാണ്. അതുപോലെ ഇഷ്ടം പോലെ ധനമുള്ളവരും ആയിരിക്കും എന്നാണ്. അടുത്തത് ശനിയുടെ ത്രിംശാംശക ഫലം. അതായത് ത്രിംശാംശകനാഥനായി ശനി വരുമ്പോൾ ലഗ്നമായി ജനിക്കുന്ന ജാതകൻ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരും, അതായത് ജീവിതത്തിലുടനീളം അങ്ങനെയായിരിക്കും, ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരും, ബുദ്ധി കുറഞ്ഞിരിക്കുന്നവരും, അതുപോലെ ശുചിത്വം കുറവുള്ളവരും, അതായത് ഏത് സമയവും മലിനനായി നടക്കുന്നതിന് യാതൊരു മടിയും ഇല്ലാത്തവരും, ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കും എന്നതാണ് ശനിയുടെ ത്രിംശാംശക ഫലങ്ങൾ. ഷഡ്വർഗങ്ങൾ 6 വർഗ ഫലങ്ങളാണ് ഷഡ്വർഗ ഫലങ്ങൾ. അതിൽ 3 ഷഡ്വർഗങ്ങളുടെ ഫലമാണ് പറഞ്ഞത്. അതായത് നവാംശകം, ദ്വാദശാംശകം, ത്രിംശാംശകം. ഈ ഫലങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഫലങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും 9650232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.